ശ്രദ്ധ മാറ്റിയേ പറ്റൂ. ഇന്ന് പകൽ എന്താണ് ഈ ഭാഗം, ഈ നിലകളിൽ കൂടെ ദൈവാത്മാവ് ഇടപെടുന്നതെന്ന് അറിയത്തില്ല. ഒറ്റ കാര്യം എനിക്ക് പറയുവാനേ ഉള്ളൂ. നമ്മുടെ ശ്രദ്ധ തിരിക്കണമെങ്കിൽ ചില പ്രശ്നങ്ങൾ കഴുത്തറ്റം വരണം. കഴുത്തറ്റം വരുന്ന ചില പ്രശ്നങ്ങൾ ദൈവസന്നിധി നെടുമ്പാട് വീണ് ഇരമ്യാവ് കരഞ്ഞിട്ട് പറയുക, ദൈവമേ, ഞങ്ങളെ പിന്തുടരുന്നവർ ഞങ്ങളുടെ കഴുത്തുവരെ എത്തിയിരിക്കുക. അവരെ തീർത്തു കളയാൻ, കൊന്നുകളയാൻ ബാബിലോണിൽ ഒരുപാട് കടന്നു വരുന്നു. എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. ഇടവും വലവും തിരിയാൻ പറ്റാത്ത നിലയിൽ എൻ്റെ കഴുത്തുവരെ പ്രശ്നം വന്നിരിക്കുക. ഉപവസിക്കുന്നവർക്ക്, പ്രാർത്ഥിക്കുന്നവർക്ക് പ്രശ്നമില്ലെന്ന് ഓർക്കണ്ട. ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ കൂമ്പാരമാണ്. ഈ പ്രശ്നങ്ങളുടെ കൂമ്പാരത്തിൽ കൂടെ പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകുന്ന ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒറ്റ കാര്യം ഓർത്തോണം. കഴുത്തുവരെ പ്രശ്നങ്ങൾ വന്നു നിൽക്കുമ്പോൾ ദൈവമേ, അതിനെ തീരുവാനല്ല, നിന്നെ തീർത്തു കളയാനല്ല, നിന്നെ തകർത്തു കളയാനല്ല, നിന്നെ മുടിച്ചു കളയുവാനല്ല, നിന്റെ കഴുത്തുവരെ നിൽക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ മുൻപിൽ നീ മുഴങ്കാൽ മടക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഇന്ന് പകൽ നിന്റെ പ്രശ്നങ്ങളുടെ മുൻപിൽ ദൈവത്തിൽ കരയണം കേട്ടോ. നിതീഷ് ബ്രദറെ, ദൈവത്തിൽ പ്രാർത്ഥിച്ചോണം. കാരണം എന്നറിയാമോ, ഒരു കുടുംബത്തിൻ്റെ തകർച്ചകൾ കഴുത്തറ്റം വരെ വന്ന് നിൽക്കുന്ന സമയങ്ങളിലൊക്കെ എവിടെ ചെന്നാലും വർഷങ്ങൾ ഒരുപാടായി കഷ്ടപ്പെടുന്നു, ദുബൈയിൽ കിടന്ന് ജോലി ചെയ്യുന്നു. എന്നാൽ മറ്റുള്ള സഹോദരങ്ങൾ മാനിക്കപ്പെട്ടതുപോലെ കുടുംബക്കാർക്ക് വേണ്ടി, ദേശക്കാർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത പ്രയാസങ്ങളിൽ കൂടെ പലപ്പോഴും മുൻപോട്ട് കടന്നു പോകുമ്പോൾ ദൈവാത്മാവ് ഇന്ന് പകൽ പറയുക, നിൻ്റെ കഴുത്ത് വരെ നിൽക്കുന്ന ചില പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവസരി കരയാതെ നിവർത്തിയില്ല. കരയണം, കുടുംബമായി കരയണം, പ്രാർത്ഥിക്കണം, കൈകോർക്കണം, ഉപവസിക്കണം. കാരണം എന്നറിയാമോ, ചില രോഗങ്ങളും ദുഃഖങ്ങളൊക്കെ നമുക്ക് വരുന്നത് അത് കഴുത്തറ്റം വന്ന് നിൽക്കുക. ഹോസ്പിറ്റലിൽ ചെന്നാൽ ഓക്കെയാ, സ്കാനിങ് റിപ്പോർട്ടെല്ലാം ഓക്കെയാ, ഒന്നുമില്ല. പക്ഷേ എവിടെയോ ഏതോ ഒരു മേഖലകളിൽ ദൈവത്തിന് നമ്മളെ പണിയാനുണ്ട്. ദൈവത്തിൻ്റെ പണിശാലയിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോഴേ ഓർത്തോണേ. ദൈവത്തിൻ്റെ പണിശാലയിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോഴേ ഓർത്തോണം, കർത്താവിന് ഏതോ തലത്തിൽ നമ്മളെ യൂസ് ചെയ്യുവാനുണ്ട്. നമ്മളെപ്പോഴും പറയും, കുശവൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് അറിയാതെ തെന്നി മാറി, അല്ലെ കൈയുടെ ആ തരിപ്പ് കൊണ്ടാകാം, അല്ലെ കൈയുടെ തഴമ്പ് കൊണ്ടാകാം, അറിയാതെ ഓഞ്ഞുപോയ അല്ലെങ്കിൽ പൊട്ടിപ്പോയ പാത്രങ്ങളെ വീണ്ടും കുശവൻ അത് മനോഹരമായ മറ്റൊരു പാത്രമാക്കി മാറ്റുന്നത് പോലെ പലപ്പോഴും തെന്നി മാറിയ ചില സാഹചര്യങ്ങളും വഴുതിപ്പോയ ചില സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടും എൻ്റെ പ്രാണനാഥൻ്റെ മുറിവേറ്റ കരത്തിനുള്ളിലേക്ക് വെച്ച് വീണ്ടും നമ്മളെ മോൾഡ് ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രാണനാഥൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, ഈ പാത്രം ഈ നിലയിലാകുമെന്ന്. അതുകൊണ്ട് ഇന്ന് പകൽ ഓർത്തോ, കഴുത്ത് വരെ നിൽക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ഇരമ്യാവ് മുട്ടുമടക്കിയിട്ട് ദൈവത്തോട് പറയുകയാ, അപ്പാ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം എനിക്ക് വേണം. ആ സന്തോഷത്തിലേക്ക് മടങ്ങി വരണ്ടായി. നമ്മുടെ മഹനേദാനിലെ കുടുംബങ്ങളൊക്കെ ആ പഴയ കാലങ്ങളിലേക്കൊന്ന് വരണം. പൂർവ്വപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു. സഭയോടും ദൈവമക്കളോടുമുള്ള കൂറ്, ഉപവാസത്തോടുള്ള വില, സ്തോത്രം, പ്രാർത്ഥനയോടുള്ള മഹത്വങ്ങളൊക്കെ ഒന്ന് വർദ്ധിച്ചു വരട്ടെ. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വീണ്ടും വായിക്കുക. 2-ാമത്തെ വാക്യത്തിൽ, ഞങ്ങളുടെ അവകാശം അന്യന്മാർക്കും ഞങ്ങളുടെ വീടുകൾ അന്യജാതിക്കാർക്കുമായി പോയിരിക്കുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇതിൽ കൂടുതൽ വല്ല തകർച്ചയുണ്ടോ? എന്ന് പറഞ്ഞാൽ അവകാശം നഷ്ടപ്പെട്ടെന്ന്, അവകാശം അന്യന്മാരുടെ കയ്യിൽ പോയി എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട നന്മയും അവകാശവും, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ശ്രേഷ്ഠത, ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട അധികാരം നമ്മുടെ കൈവശം കിട്ടാതെ അന്യന്മാരുടെ കയ്യിൽ പോയി. ഇരമ്യാവ് ചോദിക്കുകയാ, എന്തു ചെയ്യും അപ്പോ എനിക്ക് അനുഭവിക്കേണ്ട നന്മ, എൻ്റെ കുടുംബം അനുഭവിക്കേണ്ട നന്മ, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ട നന്മ അന്യന്മാരുടെ കയ്യിലേക്ക് പോയി. മുട്ടുമലിരുന്നു, മുഴങ്കാലിരുന്നു, ദൈവത്തോട് വീണ്ടും കരയാനേ അറിയത്തുള്ളൂ കേട്ടോ. മറ്റു കഴിവുകളൊന്നുമില്ലെങ്കിലും, മറ്റ് സ്വാധീനതകളോ പഠനങ്ങളോ സർട്ടിഫിക്കറ്റിൻ്റെ കനമോ ഒന്നും നമുക്കില്ലെങ്കിലും ദൈവസന്നിധിയിൽ ചില വിഷയത്തിന് മുൻപിൽ നീ കരഞ്ഞാൽ അന്യന്മാരല്ല നിൻ്റെ അവകാശം അനുഭവിക്കേണ്ടത്. നാം അധ്വാനിക്കുന്ന
അവരവരുടെ നന്മകൾ അവരവരുടെ ഭവനത്തിലുണ്ടാകണം. നിൻ്റെ അധ്വാനത്തിൻ്റെ നന്മ നമ്മുടെ കുടുംബത്തിലുണ്ടാകണം കേട്ടോ. ഇരമ്യാവ് ചോദിക്കുക, കണ്ടോ എൻ്റെ മേൽ കിടക്കുന്ന ഞങ്ങൾ അവകാശം. 3-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെ: ഞങ്ങൾ അനാഥന്മാരും അപ്പനില്ലാത്തവരും ആയിരിക്കുന്നു. ഞങ്ങളുടെ അമ്മമാർ എന്ത് ചെയ്യുക? വിധവമാരായി മാറുക. ഞങ്ങളുടെ അമ്മമാർ വിധവമാരായി എന്ന് പറഞ്ഞാൽ ഓർത്തോണം, എല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ അനാഥരായി, അവർ വിധവമാരായി എന്ന് പറഞ്ഞാൽ ഇരമ്യാവിൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും ആഴവും മൂർച്ചയും വേദനയുമുള്ള ഒരു ഭാഗമാണ് ഈ 5-ാമത്തെ വാക്യം. നഷ്ടങ്ങളുടെ കഥകൾ മാത്രമേ പറയാനുള്ളൂ. ഒന്ന് നോക്കാമോ പുസ്തകത്തിൽ ആ ഭാഗത്തേക്ക്? 3-ാമത്തെ വാക്യം: ഞങ്ങൾ അനാഥരും അപ്പനില്ലാത്തവരുമായിരിക്കുന്നു. ഞങ്ങളുടെ അമ്മമാർ വിധവമാരായിരിക്കുന്നു. ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കുടിക്കുന്നു. ഞങ്ങളുടെ വിറക് ഞങ്ങൾ വില കൊടുത്ത് മേടിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിത്യോപ സാധനങ്ങൾ വരെ വില കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥ. എന്ന് പറഞ്ഞാൽ അടിമകളെ പോലായിപ്പോയവർ. എന്ന് പറഞ്ഞാൽ അവരുടെ ദേശത്തെ നന്മ, ഒരു വിറക് വരെ സ്വന്തം ദേശത്തു നിന്ന് വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് മാറിയെന്ന് ശ്രദ്ധിച്ചോ? ഒരടിമയെപ്പോലെ, രാജാവിനെ പോലെ കഴിഞ്ഞ യെരൂശലേം, രാജാവിനെ പോലെ നിന്ന യെരൂശലേം തകലവും തകർന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുക? അവർ വിറക് വരെ വില കൊടുത്ത് വാങ്ങുകയാണ്. അതിൻ്റെ 6, 7, 8 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് നഷ്ടങ്ങളുടെ കഥകൾ മാത്രമാണ് പറയാനുള്ളത്. എന്നാൽ 8-ാമത്തെ വാക്യത്തിലുമുണ്ട്: ദാസന്മാർ ഞങ്ങളെ ഭരിക്കുന്നു, അവരുടെ കയ്യിൽ ഞങ്ങളെ വിടുവിക്കുവാൻ ആരുമില്ല. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയൊക്കെ വന്നാൽ നമ്മൾ പിടിച്ചു നിൽക്കുമോ? വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ സെക്ഷനിൽ നമ്മൾ മനസ്സിലാക്കിക്കോണേ. എല്ലാ അനാഥരാകുന്നു, വിധവമാരാകുന്നു. സ്തോത്രം. കള്ളന്മാർ ഞങ്ങളുടെ വീട് ആക്രമിക്കാൻ കടന്നു വരുന്നു. വെള്ളവും വിറകും ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നു. അങ്ങനെ പാപങ്ങളുടെയും ആ നഷ്ടങ്ങളുടെയും കഥകൾ മാത്രം പറയുവാനുള്ള ഇരമ്യാവിൻ്റെ ജീവിതത്തിൽ ഒറ്റ കാര്യം ഇരമ്യാവിന് ഉറപ്പായി: ഈ വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയല്ലാതെ ഈ വിഷയത്തിന് മറുപടിയില്ല എന്ന് മനസ്സിലായി. അതിൻ്റെ 16-ാമത്തെ വാക്യം വായിച്ചാണ്, വേഴ്സ് 16: ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി.